തന്റെ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഭാര്യ എവിടെ പോയാലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോകില്ല. വീടിന് പുറത്തിറങ്ങണോ തന്റെ ഭർത്താവിന്റെ പൊരുത്തം, അത് 15 വയസ്സുള്ള 20 വയസ്സുള്ള ഭാര്യയാണെങ്കിലും 55 വയസ്സുള്ള ഭാര്യയാണെങ്കിലും അല്ലാഹുവേ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീടിന്റെ വെളിയിലിറങ്ങില്ല. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങൂല. ഭർത്താവിന്റെ മുന്നിൽ കയർത്തു സംസാരിക്കില്ല. ഭർത്താവിനോട് ദേഷ്യപ്പെടില്ല. നീ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നീ തൗബ ചെയ്താ നിനക്ക് സ്വർഗമുണ്ട്, നിന്റെ ഉപ്പയ്ക്ക് സ്വർഗമുണ്ട്, നിന്റെ ഉമ്മയ്ക്ക് സ്വർഗമുണ്ട്. നിനക്കൊരു ജീവിതം തന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിനക്കൊരു ജീവിതം തന്ന നിന്റെ ഭർത്താവ്. പടച്ചവനെ, നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ അല്ലാഹുവേ, ആ ഭാര്യമാർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവിടെയും തീരുന്നില്ല. വമന സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അല്ലാഹുവേ, ഇവര് ജന്മം കൊടുത്ത ഇവരുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നവന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, പിന്നെ ആരുടെ പ്രതിഫലമാണെന്നറിയുമോ? ജീവിതത്തിൽ വന്നുപോയ ഒരു പിഴവ് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് പറയുന്നത്. മലക്കുകളെ പറയുന്നു, അല്ലാ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഇവരെ കുടുംബസമേതം നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടത്തി വിടണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ദുആ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇതുപോലെ അമ്മമാര് മക്കളോട് പറയുന്ന, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല നിലയിലെത്തണം, നല്ല ജോലി ഉണ്ടാകണം. നല്ല ജോലി കിട്ടിയാലേ ഒരുപാട് പണം കിട്ടൂ, പണം കിട്ടിയാലേ നല്ല പെണ്ണ് കിട്ടൂ, എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ പറ്റൂ. 5 വയസ്സുകാരനായ മക്കളെ ഉപദേശിക്കുന്ന ഉമ്മ പണത്തിനോടുള്ള ആർത്തിയാ. ഈ മക്കളൊക്കെ വഴിപടച്ചു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഈ ചെറുപ്രായത്തിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എങ്ങനെയാ? നിന്റെ മക്കള് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ടീമിൽ പെട്ടുപോയത് എങ്ങനെയാ? നിന്റെ ഈ ആർത്തിയാ ഉമ്മ.